പുട്ട് പലപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടമല്ല അല്ലേ? എന്നാൽ ഇറച്ചിപ്പുട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി പുട്ട് കഴിച്ചോളും. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ 2 വലിയ സവാള, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതിലൂടെ അരിഞ്ഞ് ചോപ്പറിലിട്ട് നല്ലതായിട്ടൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ശകലം കുരുമുളകോടും ഇട്ട് വേവിച്ചെടുത്തതാണ്. അത് ഒരു ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരിക. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ പകുതി വരെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വലിയ കറിവേപ്പിലയാണെങ്കിൽ അത് മുറിച്ചിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് തക്കാളിയൊക്കെ നല്ലതായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ നല്ലതായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഈ സമയത്ത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഈ സമയത്ത് അങ്ങ് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ചിക്കന് പകരം ബീഫ് ഇതുപോലെ വേവിച്ചിട്ട് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് നിങ്ങൾ ഗരം മസാല വേണമെങ്കിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ കുരുമുളക് പൊടി ചിക്കന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് മസാലയ്ക്കകത്ത് നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടിയിട്ട് എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സായി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ എൻ്റെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ പുട്ട് പുഴുങ്ങിയെടുക്കുന്നതെന്ന് നോക്കാം. സാധാരണ പോലെ കുറ്റിക്കകത്തോട്ട് ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്താൽ മാത്രമേ ആവി വരത്തുള്ളൂ. എന്നിട്ട് ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെയും ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് എത്ര ലെയർ വേണോ അത്രയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്കിവിടെ പുട്ട് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. പുട്ടിട് വെന്ത് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ഒരു അളവിൽ നമുക്ക് 4 കുറ്റി പുട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.